Morning all. Today's class we are going to discuss about the reactions of aryl halides. Aryl halides in the reactions are discuss ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മുടെ ന്യൂക്ലിയോഫിലിക് aromatic substitution reaction എന്ന് പറയുന്നുണ്ട്. റെപ്രസെന്റ് ചെയ്യുന്ന രീതി SNAR. അപ്പോൾ substitution nucleophilic aromatic എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കേ. അപ്പോൾ നമുക്ക് നമ്മൾ alkyl halides-ന്റെ nucleophilic substitution reactions ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. SN1 reaction, SN2 reaction, Walden inversion ഒക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് aromatic ringൽ നമുക്ക് nucleophilic substitution reaction നടത്താൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ റീസൺസ് എന്തൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് aromatic halides അല്ലെങ്കിൽ aryl halides. ഇത് alkyl halides. അപ്പോൾ എന്തുകൊണ്ട് aryl halides alkyl halides പോലെ റിയാക്റ്റീവ് ആകുന്നില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഫസ്റ്റ് റീസൺ ഇസ് ദ റെസൊണൻസ് എഫക്റ്റ്. ഇപ്പോൾ റെസൊണൻസ് എഫക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് aryl halides റെപ്രസെൻ്റ് ചെയ്യാൻ അറിയാം. നമുക്ക് ഇതിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ഹാലജനിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ aromatic റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ we will get a resonating structure. In resonance effect, this lone pair of electrons of a halogen participate in the ring structure. So as a result of this, we will get a negative charge accumulation at a ortho para position. ഇവിടെ കാണാം ortho para പൊസിഷനിലാണ് ഇലക്ട്രോൺ റിച്ച്നെസ് കാണുന്നത്. ഓക്കെ. So ഈ resonance structure-ന്റെ ഫലമായിട്ട് ortho para position will be rich in electrons. So nucleophilic substitution does not happen at this position. Moreover, there is a double bond character. So carbon halogen bond എന്ന് പറയുന്നത് ഒരു double bond character വരും. As a result of this, it is difficult to displace this halogen. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ക്യാരക്ടറും കൂടെ കാരണമാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ലോവർ ആവാൻ കാരണം. ഓക്കെ. നമ്മുടെ യൂഷ്വലി ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത് OH, CN മൈനസ് അല്ലെങ്കിൽ OCH3- ഇതൊക്കെയാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാലജനെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ന്യൂക്ലിയോഫൈൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവണം. അത് എന്തുകൊണ്ട് aryl halides ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള എക്സ്പ്ലനേഷനാണ് ഈ തരുന്നത്. സെക്കൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈബ്രിഡൈസേഷൻ എഫക്റ്റ്. ഹൈബ്രിഡൈസേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ aryl halides carbon is having sp2 hybridization and in the alkyl halides it is having sp3 hybridization. Okay. For sp2 hybridization the bond distance is very less when compared with the sp3 hybridized carbon halogen bond. For sp2 hybridized bond length എന്ന് പറയുന്നത് 1.69 angstrom. sp3 hybridized carbon halogen bond length എന്ന് പറയുന്നത് 1.8 angstrom ആണ്. അപ്പോൾ ആ ബോണ്ട് ലെങ്തിൻ്റെ ഡിഫറൻസ് കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ദ ഹാലജൻ ഫ്രം ദ കാർബൺ. ഓക്കെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് കാർബൺ ഹാലജൻ ബോണ്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ദിസ് ഹാലജൻ ഫ്രം ദിസ് കാർബൺ ആറ്റം. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് കോസ് ഫോർ ദ റിലക്റ്റൻസ് ഓഫ് aryl halides towards the nucleophilic substitution. At the third reason എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് aryl cation. aryl cation ഫോം ചെയ്യുമ്പം നമ്മളിവിടെ ഹാലജനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോംസ് എ പോസിറ്റീവ് ചാർജ് അറ്റ് ദിസ് കാർബൺ ആറ്റം. അപ്പോൾ സോ ഇറ്റ് ഈസ് എ sp hybridized carbon. So this is highly unstable. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. അപ്പോൾ അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോം. അപ്പോൾ അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സ്ട്രക്ചറിൽ കൂടെ ഒരിക്കലും ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ aryl cation അതായത് ദാറ്റ് ഈസ് SN1 റിയാക്ഷൻ ആണ് ഇവിടെ നടക്കേണ്ടത്. SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാർബോ കാറ്റോൺ ഫോം ചെയ്യും. കാർബോ കാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചായിരിക്കും റിയാക്ഷൻ. അപ്പോൾ ഫോം ചെയ്യുന്ന കാറ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യില്ല. സോ ഈ റിയാക്ഷന് പോസിബിൾ ആയിട്ട് നടക്കുന്നതൊന്നുമല്ല. ഫോർത്ത് വൺ ഇസ് റിപ്പൾഷൻ ബൈ ന്യൂക്ലിയോഫിലിക് പൈ ഇലക്ട്രോൺസ്. അതെന്ന് പറയുന്നത് SN2 പാത്വേ. SN2 പാത്വേയിൽ എന്ത് ചെയ്യാം? ഈ aromatic ring ബാക്ക് സൈഡ് അറ്റാക്ക്, ഈ ഹാലജൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് അറ്റാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ റിയാക്ഷൻ നടത്താം. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് ദിസ് aryl ഗ്രൂപ്പ് ഈസ് ഹാവിങ് 5 ഇലക്ട്രോൺസ്. അപ്പോൾ 5 ഇലക്ട്രോൺസ് ഇരിക്കുന്നത് കാരണം ഈ ന്യൂക്ലിയോഫിൽ ആ ഡയറക്ഷനിൽ തന്നെ ഈ ഹാലജൻ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ ഹാലജൻ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ
this nucleophile will seize a pi electron nucleophile repulsion. അപ്പോൾ നെഗറ്റീവ് രണ്ടും നെഗറ്റീവ് ചാർജസ് ആണ്. അപ്പോൾ pi ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയോഫൈലിന് നെഗറ്റീവ് ചാർജ് ആണ്. സോ ദിസ് വിൽ റിപ്പൽ ഈച്ച് അതർ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ബാക്ക് സൈഡ് അറ്റാക്ക്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനും SN1 റിയാക്ഷനും SN2 റിയാക്ഷനും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ aromatic halogen substituted aryl halide. ഓക്കെ, അപ്പോൾ ഈ 4 റീസൺസ് കൊണ്ടാണ് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. എന്നാൽ ചില ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് ഹൈ ടെമ്പറേച്ചർ, ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസ് നടക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഫസ്റ്റ് വൺ ഇസ് ആക്ഷൻ വിത്ത് ആൽക്കലി ആയിട്ടുള്ള റിയാക്ഷൻ, അതായത് ക്ലോറോബെൻസീൻ ഇസ് റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് സോഡിയം ഫിനോക്സൈഡ്. ഓക്കെ, സോഡിയം എപ്പോഴാണ് നടക്കുന്നത്? 300 ഡിഗ്രി സെൽഷ്യസും 330 അറ്റ്മോസ്ഫിയർ പ്രഷറും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് റിയാക്ഷൻ വിൽ പ്രൊസീഡ്. അപ്പോൾ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ റിയാക്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ വീണ്ടും ഡൈലൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് CN. അപ്പോൾ ഇത് ഇവിടെ ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് OH ഗ്രൂപ്പ് വന്നു. അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ വിത്ത് അക്യൂസ് അമോണിയ. അപ്പോൾ ഇവിടെ ക്ലോറോബെൻസീൻ അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടത്തെയും കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇറ്റ് ഈസ് 200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 60 അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പം അത്രയും ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ കൊടുത്താൽ മാത്രമേ ഇവിടെ നമുക്ക് അനിലിൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനിലിനാണ്. അതിൻ്റെ കൂടെ അതിൻ്റേതായിട്ടുള്ള ബൈ പ്രോഡക്ട്സും ഫോം ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ്സ് ആക്ഷൻ വിത്ത് കുപ്രസൈനൈഡുമായിട്ടുള്ള റിയാക്ഷനിൽ ബ്രോമിൻ ഗ്രൂപ്പ് സയനോ ഗ്രൂപ്പായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അപ്പം ബ്രോമിൻ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് സയനോ ഗ്രൂപ്പ് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുകയാണ്. ഇവിടെ CaBr അല്ല CuBr ആണ്. CuBr. അപ്പം ബ്രോമിൻ is converting to phenyl cyanide or benzoyl. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്ക് കണ്ട റിയാക്ഷൻസ് എല്ലാം ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വി ക്യാൻ പ്രൊസീഡ് ഇഫ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട് ബെൻസീൻ റിംഗിൽ നമ്മൾ നൈട്രോ ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റൻസ് നമ്മൾ ഇടുകയാണെങ്കിൽ ദിസ് റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ എ ഈസിയർ. നമുക്കിപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്ലോറോബെൻസീനെ ഫീനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ്. അവിടെ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസും 300 അറ്റ്മോസ്ഫിയർ പ്രഷറും അതുപോലെ 68% സോഡിയം ഹൈഡ്രോക്സൈഡുമാണ്. സോ അത്രയും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലോറോബെൻസീൻ ഇസ് കൺവേർട്ടിംഗ് ടു ഫീനോൾ. എന്നാൽ if you are substituting a nitro group at the para position to this chlorobenzene, the drastic condition slightly decreases. അതായത് 15% sodium hydroxide ടെമ്പറേച്ചർ പകുതിയായിട്ട് കുറയും. 150 ഡിഗ്രി സെൽഷ്യസും HCl കൊടുക്കുകയാണെങ്കിൽ this chlorine will be replaced by this OH group. അടുത്ത തേർഡ് നമ്മൾ ഓർത്തോ പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സോഡിയം കാർബണേറ്റിന്റെ പ്രസൻസിൽ 130 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ക്ലോറിൻ വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ OH group. Okay. Substituting 3 positions. ഓർത്തോ പാരാ അതായത് ട്രൈനൈട്രോ ക്ലോറോബെൻസീൻ എടുത്തിട്ട് നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്ടർ മാത്രം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് ക്ലോറിൻ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനോട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ നടക്കുന്ന റിയാക്ഷൻ ആയിട്ട് അത് മാറി. അപ്പോൾ ഈ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ electron withdrawing groups at the benzene ring. So if we are explaining about the reactivities, we can say trinitro-chlorobenzene is highly reactive when compared with the dinitro-chlorobenzene. When compared with the nitrochlorobenzene, is highly reactive when compared with the chlorobenzene. So ഈ 4 സബ്സ്റ്റിറ്റ്യൂൻസ് 4 ക്ലോറോബെൻസീനിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയതെന്ന് പറയുന്നത് കൂടുതൽ നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബെൻസീനാണ്. Next we are going to discuss about the mechanism of a nucleophilic aromatic substitution reaction. So the electron withdrawing groups നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് we are going to explain mechanism. So first example is the
chlorobenzene with the nitro group at the para position. If a nucleophile is attacking this aryl halide, this will be the intermediate form. The intermediate form ചെയ്യുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ചാർജസ് ഫോം ചെയ്യുന്നത് ഇറ്റ് അണ്ടർഗോ ഡീലോക്കലൈസേഷൻ. എന്നോട്ട് എത്ര നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വി ക്യാൻ റൈറ്റ്. അപ്പോൾ അത്രയും സ്റ്റെബിലിറ്റി നമുക്ക് ഇൻ്റർമീഡിയറ്റിന് റെസനൻസ് സ്റ്റെബിലൈസേഷനിൽ കൂടെ കിട്ടും. സോ ദിസ് ഈസ് ദ മെക്കാനിസം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ന്യൂക്ലിയോഫൈൽ അറ്റാക്കിംഗ് ദ halogen carrying carbon atom. As a result of this, the sp2 carbon, that is here, that is a sp2 carbon ആയിരുന്നു ആദ്യം. So it is converting to sp3 carbon. sp3 carbon ആയി. Then this negative charge, ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ്, ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യാണ്, ഇവിടെ ഡീലോക്കലൈസ് ചെയ്യാണ്. സോ ദിസ് കാർബോകാറ്റയോൺ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ത്രൂ ദിസ് ഡിഫറെൻറ്റ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമുക്കിവിടെ കാണാം NO2 ഗ്രൂപ്പും അതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് this negative charge attacking the halogenated carbon and this nucleophile. This is the overall resonating structure. And the last step എന്ന് പറയുന്നത് this nucleophile alone remains there, this carbon atom and the halogen get replaced. അപ്പോൾ two step reaction ആണ് ഇവിടെ, addition of the nucleophile and the elimination of a halide ion. അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് ഈ ന്യൂക്ലിയോഫൈൽ മെക്കാനിസത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ അഡീഷൻ ഓഫ് ദ ന്യൂക്ലിയോഫൈൽ ടു ദ കാർബൺ ഹാവിംഗ് ഹാലജൻ ആറ്റം. അപ്പോൾ ഈ ഹാലജൻ ആറ്റത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ചാർജ് റെസനൻസ് സ്റ്റെബിലൈസേഷനിൽ കൂടെ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ അത്രയും നമുക്ക് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരും, അത്രയും സ്റ്റെബിലൈസേഷൻ ഈ കാർബോകാറ്റയോൺ ഉണ്ടാവും. ഓക്കെ, കാർബൺ അയൺ ഉണ്ടാവും. So this is the overall resonating structure, and the last step is the elimination of this halogen atom by this negative charge attack. So this is the last step. അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഹാലൈഡ് എലിമിനേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എപ്പോഴും നമ്മുടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് the rate at which the nucleophile attacks the aromatic ring. അപ്പോൾ aromatic ringനെ nucleophile attack ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇറ്റ് ഈസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. So it depends upon the nature of a halogen. Also the reactivities of the aryl chlorides like chlorides, bromides, iodides are not found to be much different. അപ്പോൾ അധികം ഡിഫറൻസ് ഒന്നുമില്ല. iodides ആയാലും chlorides ആയാലും bromides ആയാലും they proceeds in the same manner, same bimolecular മെക്കാനിസത്തിൽ കൂടെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എവിഡൻസ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർമീഡിയറ്റിനെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക്കലി നമുക്ക് ട്രാപ്പ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റിനെയാണ് നമ്മൾ ഈ റെസനൻസ് സ്റ്റെബിലൈസേഷനെ കൂടെ കണ്ട ഇൻ്റർമീഡിയറ്റിനെയാണ് നമ്മൾ പറയുന്നത് മേസൺ ഹൈമർ കോംപ്ലക്സ്. MEISNCNHEIMER, Meisen-Heimer complex. So the rate determining step of the bimolecular reaction does not involve the cleavage of a carbon halogen bond, but the rate of the reaction is determined not by the nature of the halogen but by the rate at which the nucleophile attacking the aromatic ring. അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. സോ ഇറ്റ് ഇസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ക്ലീവ് ചെയ്ത് പോകുന്നത് ഫാസ്റ്റസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ കോംപ്ലക്സിന് നമ്മൾ ഇത് എവിഡൻസ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത് സ്പെക്ട്രോസ്കോപ്പിക്കലി കൂടെയാണ്. നമ്മൾ പല ടെക്നിക്സ് ഉണ്ട്, IR, NMR, രാമൻ എക്സെട്ര. അപ്പോൾ ആ ടെക്നിക്സ് വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കോംപ്ലക്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ മേസൺ ഹൈമർ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് റിയാക്ടിങ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റിയാക്ടിവിറ്റി ഓഫ് ദിസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അരൈൽ ഹാലൈഡ്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓർത്തോ പാര പൊസിഷനിൽ നമ്മൾ എത്ര ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ റിയാക്ടിവിറ്റി കൂടും.
It is because കാരണം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എത്ര NO2 ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസ് ചെയ്യും. റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് ഇൻക്രീസ്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന രീതിയും ഇറ്റ് ബിക്കംസ് ഫാസ്റ്റ്. ഓക്കെ. ഇൻ അഡീഷൻ ടു മൈനസ്, അപ്പോൾ ഇവിടെ -m എഫക്റ്റ് നമുക്കുണ്ട്. -m എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് എഫക്റ്റ് -m എഫക്റ്റ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ -m എഫക്റ്റിൻ്റെ ഫലമായിട്ട് അത് മാത്രമല്ല ദ -i എഫക്റ്റും ഇവിടെ കാരണമായിട്ട് വരാറുണ്ട്. So this obviously brings the stability of the intermediate and thereby promotes its reactivity. അപ്പോൾ stability of the complex എന്ന് പറയുന്നത് ആ intermediate നമ്മൾ കാർബോകാറ്റോൺ ആനോൺ intermediate ഫോം ചെയ്യുന്നത് സ്റ്റേബിൾ ആവാനുള്ള കാരണം -m എഫക്റ്റ് കൊണ്ട് നമ്പർ ഓഫ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസസ്. ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് -i എഫക്റ്റ്. അപ്പോൾ ഈ രണ്ട് എഫക്റ്റും കാരണം ദ കോംപ്ലക്സ് സ്റ്റെബിലിറ്റി ഇറ്റ് ഈസ് വെരി ഹൈ. There is the -m effect and -i effect increases the stability of the complex. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് -m എഫക്റ്റും -i എഫക്റ്റും ഉണ്ടാവുന്നത്. വി ആർ റിപ്ലേസിംഗ് ഇറ്റ് ബൈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് OH, OCH3, NH2 അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് നമ്മുടെ ഓർത്തോ പാരാ പൊസിഷനിൽ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് എഫക്റ്റ്. അപ്പം നമുക്കിപ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്നതിന് പകരം അവിടെ എന്താണ് ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. അപ്പം നെഗറ്റീവ് ചാർജസിൻ്റെ ഡെൻസിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ചാർജസ് കൂടുന്നത് കാരണം tends to destabilize the carbanion, thereby decreases the reactivity of the aryl halides. അപ്പോൾ നമുക്ക് ഫോം ചെയ്യുന്നത് ആനയോൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ ആ നെഗറ്റീവ് ചാർജസിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ അക്യുമുലേഷൻ കൂടുകയും ദ കാർബാനയോൺ ബിക്കംസ് അൺസ്റ്റേബിൾ. അങ്ങനെ നമുക്ക് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും ഫാസ്റ്റായിട്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഫാസ്റ്റായിട്ട് പ്രൊസീഡ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്.